അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ നമുക്കറിയാം. ലോകത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ. ആ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണ് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സാമ്പത്തിക റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള പ്രമുഖ സാമ്പത്തിക റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസിൻ്റെ ഒരു പ്രവചനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണ്. 2025 അവസാനത്തോടെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അമേരിക്ക കടക്കും എന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഈ മൂഡീസ് എന്ന സ്ഥാപനം. മൂഡീസിലെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മാർക്ക് സാൻഡിയാണ് ഇത് തൊഴിൽ വിപണിയിലെ തളർച്ചയും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് അമേരിക്കയെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞത്. ഇദ്ദേഹം തന്നെയാണ് 2008 ഉണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനെ പ്രവചിച്ച അതേ സാമ്പത്തിക വിദഗ്ധൻ. അപ്പോൾ ഇത് ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിലാണ് സാൻഡി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ വിശദമാക്കിയത്. നിലവിൽ സാമ്പത്തിക രംഗത്തെ ചുവപ്പ് സിഗ്നലുകൾ കത്തിത്തുടങ്ങി, അതായത് അപായമണികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ അപായമണികൾ കത്തിത്തുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നു. അതായത് പ്രകടമായി തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ 2025 അവസാനത്തോടെ തന്നെ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. ഇതേ സ്ഥാപനം തന്നെയാണ് മൂഡീസിൻ്റെ ഇതേ സ്ഥാപനം, റേറ്റിംഗ് ഏജൻസി തന്നെയാണ് ഈ കഴിഞ്ഞ മെയ്യിൽ US-ന്റെ ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് US-ന്റെ കടബാധ്യതയുടെ ഒരു റേറ്റിംഗ് AAA എന്ന ഗ്രേഡിൽ നിന്ന് AA1 എന്ന ഇതിലേക്ക് വെട്ടിത്താഴ്ത്തിയത്. അതായത് AAA എന്ന ഗ്രേഡിനേക്കാൾ താഴെയാണ് AA1 എന്ന ഗ്രേഡ്. അപ്പോൾ ഇത് കഴിഞ്ഞ മെയ്യിലാണ് ഇവർ ചെയ്തത്. US ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള റേറ്റിംഗാണ് അമേരിക്കൻ സ്ഥാപനം ആയിട്ടുള്ള ഈ മൂഡീസ് വെട്ടിക്കുറച്ചത്. കടവും പലിശഭാരവും കുത്തനെ കൂടിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മൂഡീസിൻ്റെ ഈ നടപടി ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വളരെ ശോചനീയ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹം തുടർന്ന് പറയുന്ന സൂചനകൾ ഇവയാണ്. ഇപ്പോൾ ഇത് വരാൻ പോകുന്ന സാമ്പത്തിക മാന്ദ്യത്തിനെ പറ്റി, അതായത് തൊഴിൽ മേഖലയിലെ മന്ദത, തൊഴിൽ വളർച്ച ഏറെക്കുറെ നിലച്ച അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജൂലൈ മാസത്തിൽ വെറും 73,000 പുതിയ ജോലികൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് ജൂലൈ മാസത്തിൽ. ഇത് നമ്മുടെ രാജ്യം വെച്ചല്ല, അവിടുത്തെ രാജ്യം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഈ ഒരു സംഖ്യ എന്നാണ് മൂഡീസിൻ്റെ സ്ഥാപകൻ പറയുന്നത്. മൂഡീസിൻ്റെ ഈ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള മാർക്ക് സാൻഡി പറയുന്നത്. വിലക്കയറ്റം, സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് തുടരുകയാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം 2026 4% വരെ ഉയരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല തൊഴിൽ വിപണികൾ, അതായത് തൊഴിൽ വിപണികൾ ദുർബലമാവുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ വ്യക്തമായിട്ടുള്ള സൂചനയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. US ക്രെഡിറ്റ് റേറ്റിംഗ്സ് മൂഡീസ് കഴിഞ്ഞ മെയ്യിൽ താഴ്ത്തിയതിനെ തുടർന്ന് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ചില ഭീഷണികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വായിലുള്ള വർത്തമാനങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വർത്തമാനങ്ങൾ മാത്രം പറയുന്ന ഒരു പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. അതായത് പ്രവൃത്തിയൊന്നുമില്ല, ഇതുപോലുള്ള വലിയ വായിലുള്ള വർത്തമാനങ്ങൾ മാത്രം ആണ് ഇദ്ദേഹം അകത്തും പുറത്തും പറയുന്നത്. താൻ ഇങ്ങനെ ചെയ്തു കളയും, മറ്റത് ചെയ്തു കളയും, മറിച്ച് കളയും എന്നൊക്കെ പറയും. പക്ഷേ പ്രവൃത്തിയിൽ ഒന്നും തന്നെ കാണുന്നില്ല. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറയുന്നത്, അതായത് അമേരിക്കയുടെ കടം അനന്തമായിട്ട് വർദ്ധിക്കുകയാണ്. അതായത് നിലവിൽ $36 ട്രില്യൺ വരുന്ന അമേരിക്കയുടെ കടമാണ് എന്നാണ് പറയുന്നത്. അതായത് 3,100 ലക്ഷം കോടി രൂപ. ഇന്ത്യയുടെ 10 മടങ്ങ് കടമാണ് ഇത്. ഇന്ത്യയുടെ 10 മടങ്ങ് കടബാധ്യത. അത് 2035 മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ, അതായത് GDP 130% ഉയരുമെന്നും സാൻഡി പറയുന്നു. പലിശ ചെലവുകൾ, അതായത് രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏകദേശം 30% പലിശ അടയ്ക്കാനായിട്ട് മാത്രം ഉപയോഗിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഈ നമ്മുടെ വരവിനേക്കാൾ എത്രയോ 30% വരെ, വരവിൻ്റെ 30% തന്നെ പലിശ മാത്രം അടയ്ക്കാനായിട്ട് അമേരിക്കയ്ക്ക് ഒരു രാജ്യത്തിന് കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു അപായമണി അല്ലെങ്കിൽ അപായാവസ്ഥ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം ഇടിയുന്നുണ്ട്. അതായത് ഈ അമേരിക്കൻ ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. അതായത് അമേരിക്കൻ ഡ്രീം എന്ന ആശയം ഇനി മെച്ചപ്പെടില്ലെന്ന് 70% അമേരിക്കക്കാരും വിശ്വസിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗം മെച്ചപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ല. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക്
വലിയ വെല്ലുവിളിയാണെന്നാണ് മാർക്ക് സാൻഡി പറയുന്നത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചാൽ പോലും സാമ്പത്തിക മാന്ദ്യം തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. പുതിയ നികുതികളും കുടിയേറ്റ നിയന്ത്രണങ്ങളും സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ട്രംപ് ആണ് ഇതിനെല്ലാം കാരണക്കാരനായിട്ട് പറയപ്പെടുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ മെയിൽ ട്രംപ് ഇല്ല, അതായത് സമ്പദ് വ്യവസ്ഥ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ട്രംപ് വന്നതിന് ശേഷം ഈ പറയുന്ന വിഡ്ഢി നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നതോടെയാണ് ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക കടക്കുന്നത്. അതായത് ഇനി കടം തിരിച്ചടയ്ക്കാനാവാതെ അമേരിക്ക പാപ്പരായാൽ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായത് കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുന്നത് തന്നെ ഇന്ത്യക്ക് മേലും അല്ലെങ്കിൽ ചൈനയ്ക്ക് മേലും മറ്റ് രാജ്യങ്ങൾക്കൊക്കെ മേൽ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുന്നത് തന്നെ ലോക രാജ്യങ്ങളെയൊക്കെ വിരട്ടുന്നത് തന്നെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് കൂടുതൽ വിലയിരുത്തൽ വരുന്നത്. അതായത് കുത്തനെ കൂടുന്ന ഒരു കടക്കണ്ണിയാണ് അമേരിക്കയുടേത്. ഓരോ ദിവസവും അത് കുതിച്ചു കയറുകയാണെന്നാണ് പറയുന്നത്. 1993 കടം 4.9 ട്രില്യൺ ഡോളറായിരുന്നു. 2008 ഇത് 10 ട്രില്യണും 2020 25 ട്രില്യണും കടന്നു. ഇപ്പോൾ 36 ട്രില്യണും അടുത്ത 10 വർഷത്തിനകം കടം 54 ട്രില്യൺ കവിയുമെന്നാണ് വിലയിരുത്തൽ. അത് ഇന്നത്തെ ഒരു വിനിമയ നിരക്ക് പ്രകാരം ഏകദേശം 4600 ലക്ഷം കോടി രൂപ. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്ര ഭീമമായ കടം വരുന്നത്? ഗവൺമെന്റിന്റെ അധിക ചെലവുകളാണ് കടം കുത്തനെ കയറാനുള്ള അല്ലെങ്കിൽ കൂടാനുള്ള പ്രധാന കാരണം എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുൾപ്പെടെ വലിയ തുകയാണ് US ചെലവിടുന്നത്. അപ്പം മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുന്നത് ഇത്തരം ചെലവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉയർന്ന പലിശ ബാധ്യതയാണ് മറ്റൊന്ന്. കടം വാങ്ങിയാണ് US ഗവൺമെന്റ് പ്രധാനമായും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1990 GDPയുടെ 40.9% US-ന്റെ കടം. 2025 100% കടന്നു. 2030 108%, 2040 134%, 2050 168% കടക്കുമെന്നാണ് കരുതുന്നത്. ബൈഡനും ട്രംപും വാരിക്കൂട്ടിയ കടമാണിത്. അതായത് US പ്രസിഡന്റ് ആയിട്ടുള്ള തന്റെ ഒന്നാം ടേമിൽ ഡൊണാൾഡ് ട്രംപ് 2.5 ട്രില്യൺ ഡോളറിന്റെ കടമെടുപ്പിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഗവൺമെന്റ് എടുത്തത് 7.5 ട്രില്യൺ ഡോളറായിരുന്നു. തുടർന്ന് പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ 1.85 ട്രില്യൺ കോവിഡ് പാക്കേജ് ഉൾപ്പെടെ 4.8 ട്രില്യൺ ഡോളറിന്റെ കടമെടുപ്പിന് തയ്യാറായി. കടവും പലിശ ഭാരവും കൂടുന്നത് അമേരിക്കയെ വലയ്ക്കുന്നുണ്ട് വല്ലാതെ. ഉയർന്ന പലിശ ഭാരവും തിരിച്ചടിയാണ്. 2022 അമേരിക്ക പലിശയായി മാത്രം വീട്ടിയത് 475 ബില്യൺ ഡോളറാണ്. 2032 ഇത് 1.4 ട്രില്യൺ ഡോളർ ആകുമെന്നാണ് കരുതുന്നത്. 2053 പലിശ ചെലവ് 5.4 ട്രില്യൺ ആയിരിക്കുമെന്ന് US മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടം കുറയ്ക്കാനായിരിക്കണം ഭരണകൂടത്തിന്റെ പ്രധാന ഊന്നലെന്ന് നിർദ്ദേശം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ട്രംപിന്റെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുണ്ടല്ലോ, അതായത് ഈ മനോഹരമായിട്ടുള്ള ബില്ല്, അതിനെ എലോൺ മസ്ക് ഒക്കെ പോലുള്ള ബിസിനസ് അല്ലെങ്കിൽ മില്യണേഴ്സ് ഇതിനോടകം തന്നെ വലിയ വിമർശനവുമായി വന്നിട്ടുണ്ട്. US പ്രസിഡന്റ് ആയിട്ടുള്ള ഈ വർഷം ജനുവരിയിൽ ചുമതലയേറ്റ ട്രംപിന്റെ ഭരണകൂടത്തെ സഹായിക്കാൻ രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവിയായിരുന്നു ടെസ്ല സിഇഒയും ലോകത്തെ ഏറ്റവും സമ്പന്നനുമായിട്ടുള്ള ഇലോൺ മസ്ക്. ഗവൺമെന്റിൽ അധിക ചെലവ് വെട്ടിക്കുറയ്ക്കാനായിരുന്നു ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, ഡോജിന്റെ മുഖ്യ അജണ്ട. ഇതിനായി മസ്കിന്റെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് ജോലികളിൽ നിന്ന് നിരവധി പേരെ കൂട്ടത്തോടെ പിരിച്ചുവിടുക പോലും ഉണ്ടായി. എന്നാൽ മസ്കും ട്രംപും തമ്മിൽ ഭിന്നത കത്തിക്കയറുന്നതും പെട്ടെന്നായിരുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടുകയാണ്. ഇത് എലോൺ മസ്ക് മുന്നേ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ട്രംപിന്റെ ഉപദേശകനായി വന്നതിന് ശേഷം ഇത് സർക്കാർ മേഖലയിൽ, പൊതുമേഖലയിൽ ഇത് അദ്ദേഹം നടത്തി. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഇവർ തമ്മിലൊരു ഭിന്നത ഉണ്ടായി. സർക്കാരിന്റെ ചെലവ് ചുരുക്കി അമേരിക്ക കൂടുതൽ ശക്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് കൊണ്ടുവന്ന വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കടം കൂടുതൽ വർദ്ധിക്കാനേ വഴിവെക്കൂ എന്നും വിനാശകരമായിട്ടുള്ള ബില്ലാണിതെന്നും മസ്ക് തുറന്നടിച്ചിരുന്നു. എന്തായാലും കടത്തിൽ അധികമായി 5 ട്രില്യൺ വരെ കൂടാനിട വരുത്തുന്നതാണ് ബില്ലെന്നായിരുന്നു മസ്കിന്റെ വാദം. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സബ്സിഡി നിർത്തലാക്കാനുള്ള ശുപാർശ ബില്ലിലുള്ളതിനാലാണ് മസ്ക് എതിർക്കുന്നതെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ബിൽ അമേരിക്കയെ പാപ്പരാക്കുമെന്നും മസ്ക് അന്നേ വിമർശിച്ചിരുന്നു. അമേരിക്ക പാപ്പരാകുമോ എന്നുള്ള ചോദ്യത്തിന് കടബാധ്യത കുറയ്ക്കേണ്ടത്
അനിവാര്യമാണെന്ന വാദം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും US ഗവൺമെന്റ് അതിനെ ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. ട്രഷറി ബോണ്ട് നിക്ഷേപങ്ങൾ ഇപ്പോഴും ആകർഷകമായി നിൽക്കുന്നതും ഡോളറിന്റെ അപ്രമാദിത്വം അനുകൂല ഘടകമാകുമെന്ന് US ഗവൺമെന്റ് പറയുന്നുണ്ട്. US പ്രസിഡന്റായി വീണ്ടും സ്ഥാനമേറ്റ ട്രംപ് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും മേൽ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുന്നുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളായി വ്യാപാര കമ്മിയുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ കടം തിരിച്ചടയ്ക്കുന്നതിൽ അമേരിക്ക വീഴ്ച വരുത്തിയാൽ, അതായത് പാപ്പരത്വത്തിലേക്ക് വീണാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് താറുമാറാക്കും. അമേരിക്കയുടെ വീഴ്ചയുടെ പ്രകമ്പനം ലോകത്തിന്റെ എല്ലാ മൂലയിലും വരെ എത്തുമെന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. കടം നിയന്ത്രണാതീതമായി കൂടുന്നതും തിരിച്ചടവിൽ വീഴ്ച വരുന്നതും ഒക്കെ US-ൽ ദശലക്ഷക്കണക്കിന് പേരുടെ തൊഴിൽ നഷ്ടത്തിന് ഇടവരുത്തും. ഓഹരി വിപണിയിൽ നിന്ന് ട്രില്യൺ കണക്കിന് പണം നഷ്ടപ്പെടും. ഇത് ഭൂരിഭാഗം US കുടുംബങ്ങളെയും തളർത്തും. US ഗവൺമെന്റ് ട്രഷറിയിൽ വലിയ നിക്ഷേപമുള്ള സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങൾക്കും അമേരിക്കയുടെ തളർച്ച വൻ ആഘാതമാകും. ചൈനയിലെ ഫാക്ടറികൾ അടച്ചുപൂട്ടേണ്ടി വരും. അമേരിക്കയുടെ മൊത്തം കടത്തിന്റെ 30% നൽകിയിരിക്കുന്നത് വിദേശ ഗവൺമെന്റുകളും സ്വകാര്യ നിക്ഷേപകരുമാണ്. US ട്രഷറി ബോണ്ട് എന്നിവയാണ് ഇവയുടെ പ്രധാന നിക്ഷേപം.